താനൂർ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ നൽകിയ ഉറപ്പ് പാഴ്വാക്കായി. ചികിത്സാ ചെലവ് അനുവദിക്കുന്നതിൽ ജുഡീഷ്യൽ കമ്മീഷന് തീരുമാനമെടുക്കാമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും കമ്മീഷൻ കൈമലർത്തുകയാണ്. ഗുരുതര പരിക്കേറ്റ മക്കളുടെ ചികിത്സയ്ക്ക് വകയില്ലാത്ത നിസ്സഹായാവസ്ഥയിലാണ് രക്ഷിതാക്കൾ. ശ്രീ മൻസൂർ മകൾ ആയിഷ മെഹറിൻ എന്ന കുട്ടിക്കും ശ്രീ മുഹമ്മദ് ജാഫിർ മക്കളായ ജന്ന, ജിർഷ എന്നീ 3 കുട്ടികൾക്കും തുടർ ചികിത്സയ്ക്കായും നാളിതുവരെ ചികിത്സ ഇനത്തിൽ കക്ഷികളിൽ നിന്ന് ചെലവായിട്ടുള്ള തുകയും അനുബന്ധിക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യും. ടേംസ് ഓഫ് റെഫറൻസിൽ ഇതിനനുബന്ധമായോ ഇതിൽ നിന്നോ ഉണ്ടാകുന്ന ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ അന്വേഷിക്കുക എന്ന വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ കമ്മീഷൻ ആവശ്യമുള്ള പക്ഷം ഗൗരവമുള്ള മറ്റ് വിഷയങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 2024 ജൂലൈ 9 തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിയമസഭയിൽ നൽകിയ ഉറപ്പാണിത്. 6 മാസങ്ങൾക്കിപ്പുറവും ഒരു സഹായവും ആർക്കും കിട്ടിയില്ല. മന്ത്രി പറഞ്ഞ ജർഷയുടെയും ജന്നയുടെയും പിതാവ് മുഹമ്മദ് ജാബിർ മക്കളുടെ ചികിത്സയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഭാര്യയും മകനുമടക്കം കുടുംബത്തിലെ 11 പേരെ നഷ്ടപ്പെട്ട ജാബിറിന് ഈ അവഗണന കൂടി താങ്ങാൻ വയ്യ. ചികിത്സ ഭാഗമായിട്ട് ഈ ആശുപത്രിയിൽ 2-3 ആഴ്ചത്തെ സഹായം ആരംഭത്തിലുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് പിന്നെ കുട്ടി മൊത്തത്തിൽ തളർന്ന് പോയതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡിസ്ചാർജിങ് ഉണ്ടാവുന്നത്, 3ാമത്തെ ഡിസ്ചാർജിങ് ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു സഹായവും ഉണ്ടായിട്ടില്ല. ബോട്ട് അപകടം അന്വേഷിക്കുന്ന ജസ്റ്റിസ് മോഹനൻ കമ്മീഷന് മുന്നിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഉറപ്പിന് വിപരീതമായി സർക്കാർ അഭിഭാഷകൻ സിറ്റിംഗിൽ നിലപാടെടുത്തു. കമ്മീഷന് നഷ്ടപരിഹാരം അനുവദിക്കാൻ അധികാരമില്ലെന്ന്. സാങ്കേതികത്വം പറഞ്ഞ് ജസ്റ്റിസ് മോഹനൻ കമ്മീഷനും കൈമലർത്തി. ഇത് കലക്ടറുടെ അടുത്ത് നിരവധി തവണ അപേക്ഷ നൽകിയപ്പോഴും കമ്മീഷനാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്ന് കലക്ടർ നിലപാട് സ്വീകരിക്കുന്നു. നിയമസഭയിൽ ചോദ്യം ഉയർന്നപ്പോൾ ഇത് കമ്മീഷൻ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്, കമ്മീഷന് അധികാരം നൽകിയിട്ടുണ്ട് എന്ന് സർക്കാർ സമീപനം സ്വീകരിക്കുന്നു. എന്നാൽ കമ്മീഷനിൽ ഈ വിഷയം വരുമ്പോൾ കമ്മീഷന് അധികാരമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കും. സർക്കാരിന്റെ ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒരു നിലപാടാണിത്. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള 3 കുട്ടികൾക്കും അതിജീവനത്തിന് സർക്കാർ സഹായം കൂടിയേ തീരൂ. ചികിത്സാ സഹായം അനുവദിക്കുന്നതിൽ കൃത്യതയുള്ള തീരുമാനവും പ്രായോഗിക നടപടിയും മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 2023 മെയ് 7 22 ജീവനുകൾ പൊലിഞ്ഞ താനൂർ ബോട്ട് ദുരന്തം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 മലപ്പുറം. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഷംസീർ തന്നെ ചേർന്നു. ഷംസീർ, ഇതിനകത്ത് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ നഷ്ടപരിഹാര തുക വഴിയിൽ മുടങ്ങാനുള്ള കാരണം സർക്കാരിന്റെ ഉരുണ്ടുകളി കൊണ്ടാണെന്നാണോ? നിഷാദ്, തീർച്ചയായും നമ്മളിപ്പോൾ കണ്ട ഈ വാർത്തയിൽ തന്നെ കൃത്യമാണ് കാര്യങ്ങൾ. അതായത് നഷ്ടപരിഹാരം നൽകുമെന്ന് അല്ലെങ്കിൽ ചികിത്സാ സഹായം നൽകുമെന്ന് മന്ത്രി നിയമസഭയിലാണ് ഉറപ്പ് കൊടുക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി മന്ത്രി അതിൽ പറയുന്നുണ്ട്. ഈ സംഭവം അന്വേഷിക്കുന്ന ജസ്റ്റിസ് മോഹനൻ കമ്മീഷന് നിലവിൽ ടേംസ് ഓഫ് റെഫറൻസിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് കാര്യങ്ങളില്ല, എന്നാൽ ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കാമെന്ന് കൂടി മന്ത്രി നിയമസഭയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ മോഹനൻ കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുമ്പോൾ തങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ചികിത്സാ ചെലവ് അനുവദിക്കാനുള്ള അധികാരമില്ല എന്ന് കമ്മീഷൻ പറയുന്നു. അതിനും അപ്പുറത്തേക്ക് സർക്കാർ അഭിഭാഷകൻ ഈ കമ്മീഷന് മുന്നിൽ വന്ന് നിലപാടെടുക്കുകയാണ്. ഇത് അന്വേഷിക്കുന്ന കമ്മീഷന് നഷ്ടപരിഹാരം നിശ്ചയിക്കാനോ സഹായം നൽകാനോ ഉള്ള അധികാരമില്ല എന്ന് സർക്കാർ അഭിഭാഷകൻ തന്നെ കൃത്യമായി കമ്മീഷന് മുന്നിൽ നിലപാടെടുക്കുന്നു. അത് നോക്കൂ, നിയമസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രി കൃത്യമായി പറയുന്നു, നഷ്ടപരിഹാരം നൽകാൻ അല്ലെങ്കിൽ ചികിത്സാ സഹായം നൽകാൻ കമ്മീഷന് അത് പരിഗണിക്കാമെന്ന് നിയമസഭയിൽ മന്ത്രി ഉറപ്പ് നൽകിയതിന് പിന്നാലെ ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഡിസംബർ 19 നടക്കുന്ന സിറ്റിംഗിലാണ് സർക്കാർ അഭിഭാഷകൻ വന്ന് പറയുന്നത് കമ്മീഷന് നഷ്ടപരിഹാരമോ ചികിത്സാ സഹായമോ അനുവദിക്കാൻ പറ്റില്ല, ടേംസ് ഓഫ് റെഫറൻസിൽ അതില്ല എന്ന്. ഇങ്ങനെ കൃത്യമായ ഒരു പ്രശ്നം ഇതിൽ നടക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വശം, അപ്പുറത്ത് ചികിത്സാ സഹായം കിട്ടാതെ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള 3 കുട്ടികൾ അപ്പുറത്ത് നിസ്സഹായരായി നിൽക്കുന്നു എന്ന അവസ്ഥ കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികളായ ഇവരുടെ രക്ഷിതാക്കൾക്ക് കൃത്യമായ ചികിത്സ നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. നമുക്കറിയാം, ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടതാണ്. അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് കണ്ടതാണ്. കൃത്യമായി സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അന്ന് ആ ബോട്ട് അവിടെ സർവീസ് നടത്തുമായിരുന്നില്ല. ഈ ഈ മത്സ്യബന്ധന ബോട്ട് യന്ത്രം ഒക്കെ രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് അവിടെ യാത്രാ സംവിധാനമാക്കി മാറ്റുന്നത്. പിന്നീട് അതിൽ ഒരുപാട് പേർ 50ഓളം പേർ അതിൽ അന്ന് യാത്ര ചെയ്തു എന്നൊക്കെയാണ് കണ്ടെത്തുന്നത്.
അപ്പോൾ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ അവരുടെ അലംഭാവത്തിൻ്റെ ഒക്കെ ഫലമായി ഉണ്ടായ ഒരു അപകടത്തിൻ്റെ ഇരകളായി ജീവിക്കുന്നവർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നഷ്ടപരിഹാരവും സഹായവും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന ഗൗരവ തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യത വരുന്നില്ല. അതിന്റെ വഴി ഏതാണ് എന്ന കാര്യത്തിൽ